ഇസ്രായേൽ ഇറാൻ യുദ്ധം 6ാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അമേരിക്കയിൽ നിന്ന് രാഷ്ട്രീയമായും സൈനികമായും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള സഹായങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്ക് പുറമെ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് തുറന്ന പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചത് ജർമ്മനി അതിനെ പിന്തുണച്ചിരിക്കുകയാണ്. ജർമ്മനി അതിനുവേണ്ട എല്ലാവിധ പിന്തുണയും നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇനി ഇറാന്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ ഇറാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്നത് റഷ്യയിൽ നിന്നുള്ള സഹായമായിരുന്നു. പക്ഷേ റഷ്യ ഈ വിഷയത്തിൽ ഇപ്പോഴും നിശബ്ദത തുടരുകയാണ്. ചൈനയിൽ നിന്ന് സൈനികമായി ഇറാന് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ടവർക്കറിയാം. അമേരിക്ക ഈ വിഷയത്തിൽ സൈനികമായി നേരിട്ട് ഇടപെടുന്നില്ല എങ്കിലും ഇസ്രായേലിന് എല്ലാവിധ സൈനികമായ സഹായങ്ങളും അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് നേർക്ക് ഇറാനിൽ നിന്ന് തുടർച്ചയായി അതിശക്തമായ തിരിച്ചടികൾ ഉണ്ടാവുകയാണ് എങ്കിൽ ഈ വിഷയത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയിൽ B-2 ബോംബറുകളടക്കം അമേരിക്ക ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വീരട്ടലൊന്നും ഇറാന്റെ അടുത്ത് നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യാതൊരു തരത്തിലുള്ള ഭീഷണികൾക്ക് മുന്നിലും ഇറാൻ മുട്ടുമടക്കില്ല എന്നാണ്. ഇറാന്റെ ആണവ ബങ്കറുകളെയും അതുപോലെ ഇറാന്റെ ഭൂഗർഭ അറകളിലുള്ള മിസൈൽ സിറ്റികളെയും തകർക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ ഡീഗോ ഗാർഷ്യയിൽ B-2 ബോംബറുകൾ വിന്യസിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഡീഗോ ഗാർഷ്യയിൽ അമേരിക്ക B-2 ബോംബറുകൾ വിന്യസിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സംഘർഷം ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടുകൂടി അമേരിക്ക തങ്ങളുടെ B-2 ബോംബറുകളും അതുപോലെ F-35, F-16 തുടങ്ങിയ യുദ്ധവിമാനങ്ങളും ഡീഗോ ഗാർഷ്യയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇന്നലെ ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഖാംനെയുടെ പ്രതികരണം വന്നിരുന്നു. ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഖാംനെ ഇസ്രായേലിനെതിരെ ഇറാന്റെ യുദ്ധ പ്രഖ്യാപനം നടത്തിയത്. ഇനി റഷ്യ ഇറാൻ വിഷയത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇറാൻ ഭരണകൂടം അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് റഷ്യയിൽ നിന്ന് സഹായം ലഭിച്ചില്ല എങ്കിൽ ഇറാൻ റഷ്യ സഹകരണം കൊണ്ട് ഇറാന് യാതൊരു തരത്തിലുള്ള ഉപകാരവും ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ റഷ്യയുടെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. പക്ഷേ എന്നിരുന്നാലും റഷ്യയുടെ കൈവശം അതിമാരക പ്രഹരശേഷിയുള്ള നിരവധി ആയുധങ്ങളുണ്ട്. അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് പോലെ റഷ്യ ഇറാന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാന് നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇറാന് വേണ്ടത് പുടിന്റെ ഈ അപലപനമല്ല. പുടിന്റെ ഈ അപലപനം കൊണ്ട് ഇറാന് യാതൊരു തരത്തിലുള്ള ഗുണവുമില്ല. സൈനികമായ സഹകരണമാണ്, അല്ലെങ്കിൽ സൈനികമായ സഹായമാണ് ഇറാന് റഷ്യയിൽ നിന്ന് ആവശ്യം. ഇസ്രായേലുമായി സൈനികമായും അതുപോലെ നയതന്ത്രപരമായും രഹസ്യമായും പരസ്യമായും ബന്ധങ്ങളുള്ള നിരവധി അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പുടിന്റെ ഈ അപലപനം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അമേരിക്ക ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുകയാണ്. പക്ഷേ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇറാന് യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നേർക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ തടയാനുള്ള തയ്യാറെടുപ്പുകൾ പോലും റഷ്യ നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധം ആരംഭിച്ച 2ാമത്തെ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനെയും ടെലിഫോണിൽ ബന്ധപ്പെടുകയും യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണ് എന്ന് ഇസ്രായേലിനെയും ഇറാനെയും അറിയിച്ചിരുന്നുവെങ്കിലും പുടിന്റെ ഈ മധ്യസ്ഥ ശ്രമം ഇസ്രായേലും അതുപോലെ ഇറാനും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ വിഷയത്തിൽ പുടിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത്. ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്ക എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഇതിനകം നടത്തിക്കഴിഞ്ഞു. ഇറാന്റെ ചുറ്റും അമേരിക്ക വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ മേഖലയിലേക്ക് പേർഷ്യൻ ഗൾഫിലേക്ക് റഷ്യ ഒരു യുദ്ധക്കപ്പലോ അല്ല എങ്കിൽ ഒരു യുദ്ധവിമാനമോ അയക്കുവാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. റഷ്യയും ഇറാനും തമ്മിൽ തന്ത്രപ്രധാനമായ നിരവധി പ്രതിരോധ കരാറുകളിലടക്കം ഒപ്പുവെച്ചതാണ്. എന്നിട്ട് പോലും റഷ്യ ഈ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ
നിശബ്ദത തുടരുകയാണ്. ഈ വിഷയത്തിലുള്ള റഷ്യയുടെ നിസ്സംഗതക്കെതിരെ ആദ്യത്തെ പ്രതികരണം വന്നിരിക്കുകയാണ്. പരോക്ഷമായ ഒരു പ്രതികരണമാണ് റഷ്യക്കെതിരെ വന്നിട്ടുള്ളത്. ഇത് റഷ്യയെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. റഷ്യയിലുള്ള ഇറാൻ അംബാസിഡറായ കസം ജലാനിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രതികരണം നടത്തിയത്. ഇറാൻ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആരെല്ലാമാണ് തങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ആരെല്ലാമാണ് മാറി നിൽക്കുന്നത് എന്നത് ഇറാനിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നാണ് റഷ്യയിലെ ഇറാൻ അംബാസിഡറായ കസം ജലാനി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇത് പുടിനെയും റഷ്യയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തെ നേരിടുന്നതിനു വേണ്ടി ഇറാൻ റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല, അതുപോലെ റഷ്യ ഇറാനോട് സഹായം വേണോ എന്ന് ചോദിച്ചിട്ടുമില്ല എന്നാണ്. അമേരിക്ക ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഇറാനിൽ ഒരു മിന്നലാക്രമണം നടത്തുവാനാണ്. അല്ലാതെ ഇറാനിൽ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം, തുടർച്ചയായി ആക്രമണം നടത്തുവാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല. ഒരു ദിവസം കൊണ്ട് ഇറാന്റെ തന്ത്രപ്രധാനമായ എല്ലാ കേന്ദ്രങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുവാനാണ് അമേരിക്കൻ സൈന്യം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഈ മിന്നലാക്രമണത്തെ നേരിടുന്നതിനു വേണ്ടി, അതിനെ ചെറുക്കുന്നതിനു വേണ്ടി റഷ്യ ഇറാന് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ഇതുവരെ നൽകിയിട്ടില്ല, ഇനി നൽകുകയുമില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം, പ്രത്യേകിച്ച് റഷ്യയുടെ ഇപ്പോഴുള്ള നിശബ്ദതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മേഖലയിൽ അമേരിക്ക അത്രത്തോളം സൈനിക വിന്യാസമാണ് നടത്തിയിട്ടുള്ളത്. ഏത് സമയവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഒരു മിന്നലാക്രമണം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ റഷ്യയുമായി സൈനിക സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ച ഇറാന് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലാതായിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.